നിക്ക്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെ 2 വാക്ക് പറഞ്ഞു പിരിയുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. എന്തായി പടം നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട്? ഓ, ശത്രുപക്ഷത്തായി പോയി അല്ലേ? ഇതിനെയൊക്കെയാ നമ്മളെ വിധിയുടെ വിളയാട്ടെന്നൊക്കെ പറയുന്നേ. അമിതമായ ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും ദൈവം തരുന്ന തിരിച്ചടി. ഓക്കേ, ഞാൻ അറിഞ്ഞു. അവൻ എന്നോടെല്ലാം വിശദമായി പറഞ്ഞു. വർമ്മ സാറിനോടൊപ്പം നിന്നിട്ട് നിങ്ങളാ പാവ മനുഷ്യനെ ചതിക്കാണല്ലേ? അവൻ പാവമായി പോയതിന് ഞാനാണോടാ കുറ്റക്കാരി? അവനെ ചേച്ചിയായ എന്നെ അന്ധമായി വിശ്വസിച്ചിരിക്കുന്നതിന് ഞാനാണോ തെറ്റുകാരി? ഒരു ദിവസം നിങ്ങളുടെ മുഖംമൂടി മാറ്റി നിങ്ങളെ വർമ്മ സാർ തിരിച്ചറിയും. അതെ, ഒരു ദിവസമല്ലേടാ. നിങ്ങൾ ഭാവനയിൽ കാണുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസേ ഒരിക്കലും ഉണ്ടാവില്ലടാ. അതാ ഈ അംബികയുടെ ഒരു ഭാഗ്യം. മരണം വരെ ആ പ്രതാപനെ ഞാനിങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ച് ചതിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും പിടിക്കപ്പെടാനും ഞാൻ ശരിക്കും ആരാണെന്ന് തിരിച്ചറിയാനുള്ള അവസരവും ഞാൻ കൊടുക്കില്ല. അത് നിങ്ങളുടെ മോഹ. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ള സത്യം വർമ്മ സാറിനെ ഞാൻ ബോധ്യപ്പെടുത്തും. അതിന് നീ ശ്രമിച്ചാ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നിങ്ങളെ രാജു, വേണ്ട. എന്നെയും എന്റെ മകനെയും പൂട്ടാൻ ശ്രമിച്ചവരാ ഭാര്യയും ഭർത്താവും. ഭാഗ്യമുണ്ടല്ലോ, എന്റെയും എന്റെ മകന്റെയും കൂടെയാ. ഭാര്യ ചെന്നേ അനന്തം പിള്ള ഒരുക്കിയ കത്രിക പൊട്ടിച്ചെന്ന് വീണു. ഇനി രക്ഷയില്ല. അച്ഛനെ തോൽപ്പിച്ച മകളെന്ന ദുഷ്പേര് അതുടൻ തന്നെ നിന്റെ കഴുത്തിലൊരു ആഭരണമായി വീഴും. ആ പാവേ ദയനീയമായി തോൽക്കാൻ പോവാ. കേക്ക് കേക്ക് മതിയാവോളം നിന്ന് കേക്ക്. ഇവരുടെ കയ്യിൽ നിന്ന് ഇത്രയും കാലം ഞാൻ രക്ഷിച്ചു. ഒടുവിൽ വീണ്ടും വിചാരം ഇല്ലാതെ എന്നോട് ആലോചിക്കാതെ അവരുടെ കക്ഷത്തോണ്ട് തലവെച്ചു കൊടുത്തില്ലേ? പ്രതാപനും കൂട്ടരുവേ വളരെ മനോഹരമായി ഈ ഇലക്ഷനെ തോക്കും. അനന്തംപിള്ളയുടെ മുന്നണി വിജയിച്ച് അധികാരത്തിലും വരും. എന്റെ മകൻ ദീപക് മുഖ്യമന്ത്രി. അവൻ മുഖ്യമന്ത്രിയായ ആദ്യം നടപ്പാക്കുന്ന നിയമം സ്ത്രീ പീഡനം കുറ്റകരമല്ല എന്നായിരിക്കും. എന്തായാലും അവനെ മുഖ്യമന്ത്രി ആവട്ടെ. കേട്ടോ? പ്രതാപം വരുന്നു. നീ അവനെ തോൽപ്പിക്കാൻ ചെയ്ത ചതി അത് ഞാൻ അവനോട് പറയട്ടെ? അരുത്, അത് പറയരുത്. അപ്പോ ഇത് ഞാൻ അവനോട് പറയാതിരിക്കണമെങ്കിൽ ഞാൻ ചിലത് നിങ്ങളോട് പറയും. നീയൊക്കെ അതനുസരിക്കണം. ഞാൻ അനുസരിപ്പിക്കും.